ചേട്ടൻ ഇപ്പൊ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പുറത്തിറങ്ങി കളിയൊക്കെ കാണുകയാണല്ലോ, ചേട്ടൻ ഇപ്പൊ അവിടെ ആയിരുന്നെങ്കിൽ ചേട്ടനെ ചതിക്കുമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്ന കണ്ടസ്റ്റന്റ് ആരാണ്? അതങ്ങനെ പറയുമ്പോൾ അത് ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് വരും. ചതിക്കല്ല, അവിടുത്തെ ഗെയിമിന് വേണ്ടിയിട്ട് എനിക്കെതിരെ പല പണികളും പണിയിട്ടുണ്ട്. അത് അക്ബർ ചെയ്തിട്ടുണ്ട്, ശരത്ത് ചെയ്തിട്ടുണ്ട്, അനുമോള് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരെയൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നവരുമാണ്. എന്റെ പ്രധാന പ്രശ്നം അവിടെ കയറിയപ്പോൾ ഉള്ളത് ഒരു 6 പേരെങ്കിലും എനിക്ക് നേരത്തെ അറിയാവുന്നവരാണ്. ഷാനവാസ്, സരിക, ഇവരെല്ലാം. അറിയാത്തവര് കുറച്ച് പേരുണ്ട്. അനീഷിനൊന്നും എനിക്കറിയത്തില്ല. ഈ അനീഷൊന്നും എന്റെ നേരെ അറ്റാക്ക് വന്നിട്ടുമില്ല. ഒരു പ്രാവശ്യം മാത്രം ഞാനൊന്ന് ഉറങ്ങിയ ഒരു ദിവസം, ഉറങ്ങിപ്പോയ നായക വരയ്ക്കുമല്ലോ, ക്യാപ്റ്റൻ. പുള്ളിയായിരുന്നു. ഉറങ്ങാനാണ് ഇവിടെ വന്നത് ചോദിച്ചിട്ട് അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു 3-4 വട്ടം ചോദിക്കല്ലേ ഒരേ ഡയലോഗ്. 3-4 അല്ല, അത് അവന് 25 വൈകുന്നേരം വരെ വേണേലും അത് തന്നെ ചോദിക്കാം. അല്ല, അവര് ചോദിച്ചു, അത് ലൈവിലുണ്ടായിരുന്നു, എപ്പിസോഡിലുണ്ടായിരുന്നു അറിയില്ല, അത് റീലായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോഴത്തേനും ഞാൻ പറയാം, നീ അല്ലാതെ ചോദിക്കേണ്ടവര് ചോദിച്ചോളൂ കേട്ടോ, മൈൻഡ് വേർഡ്സ് എന്ന കണ്ട് പറയുന്ന ഒരു സാധനം, ഒരു ചെറിയ. അപ്പോൾ അത് അത്രേ കണ്ടോളൂ. ബാക്കി എൻ്റെ നേരെ വലിയ അറ്റാക്ക് ഒന്നും വന്നായിട്ട് വേറെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ചതിക്കാന്ന് പറഞ്ഞാൽ ബോധപൂർവ്വമല്ല, ഗെയിമിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തേക്കും. പിന്നെ ഈ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ. കാരണം ഞാൻ ആദ്യത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ആരും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് എല്ലാവരുടെയും പേര് പോലും പരിചയമില്ല. ചിലർക്ക് പേരറിയണമെങ്കിൽ മറ്റേ ക്രോസ് ബെൽറ്റിൽ നോക്കണം, മൈക്കിന്റെ ബെൽറ്റിൽ നോക്കിയിട്ടാ പേര് വിളിക്കുന്നത് തന്നെ. 7 ദിവസം നിന്നതിൽ വെച്ചിട്ട് കുറച്ചെങ്കിലും നമ്മുടെ അടുത്ത് സ്നേഹത്തോടെ ആത്മാർത്ഥമായി സംസാരിച്ചെന്ന് തോന്നിയത് ആരാണ്? ഞാൻ അങ്ങോട്ടാണ് കൂടുതലും സംസാരിച്ചത്. എൻ്റെ അടുത്ത് ആരും വന്ന് എന്നെ പിടിച്ചിരുത്തി സംസാരിച്ചിട്ടില്ല. ഞാൻ അതിലെ എടുത്ത് നൂറെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. സരിയൊക്കെ പിന്നെ നേരത്തെ അറിയാം. ശാരിക എടുത്ത് ചില സോഷ്യൽ സബ്ജക്റ്റുകൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ഇരുന്ന് സംസാരിക്കാൻ ഞാൻ അങ്ങനെ ഇരുന്ന് ഒരു വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം എന്താ കഴിഞ്ഞാൽ ഇരുന്ന് സംസാരിക്കാനല്ല, ഞാൻ അവിടെ എല്ലാത്തിലും ഞാൻ എപ്പോഴും നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. മിക്കവാറും എപ്പിസോഡ് കാണുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ നടക്കും. ഞാൻ എല്ലായിടത്തും നടന്നു. കിച്ചണിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നടക്കുകയുള്ളൂ, ഇരിക്കുന്നില്ല. ഞാൻ പിന്നെ ലൈറ്റ് ഓഫ് ആയാൽ പോയി കിടക്കും. അന്നേരം ഇനി അവിടെ എന്ത് സംഭവം നടന്നാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലരോടും ഞാൻ സംസാരിച്ചു. അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സമയം നേരത്തെ നമ്മൾ പറഞ്ഞു രാജകീയമായിട്ടുള്ള എൻട്രി ആയിരുന്നു, പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു. ശരിക്കും ചേട്ടനേക്കാളും മുന്നേ പുറത്തു പോകേണ്ട ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് വൈകിയാണ് അവർ പുറത്തിറങ്ങിയത്, എവിക്റ്റ് ആകപ്പെട്ടത്. നേരത്തെ പറഞ്ഞ ആളുകൾ ചേട്ടൻ പോയ സമയത്ത് പോയിരുന്നെങ്കിൽ അതത്ര ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു. അപ്പൊ ഈ ഷോ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു നല്ലൊരു മത്സരാർത്ഥിയായ താങ്കളെ അവർ നേരത്തെ എവിക്റ്റ് ചെയ്ത് വിട്ടത് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചൂടെ? നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഞാന് പുറത്താകപ്പെടേണ്ട ആളല്ല എന്ന് ബാക്കിയുള്ളവരാരെങ്കിലും പറയുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അത് സന്തോഷമാണ്. പിന്നെ പേഴ്സണലി എനിക്കും, ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പുറത്താകേണ്ട ആളല്ല. അതായത് അവിടുത്തെ ഏറ്റവും മോശക്കാരനാണ്. ഇത് സൈക്കിൾ സ്ലോ റേസ് ആണ്. നമ്മൾ ഏറ്റവും അവസാനം എത്തുന്ന ആളാണ് ജയിക്കുന്നത്. ആദ്യം ഔട്ട് ആകുന്നവർ തോറ്റു പോവുകയാണ്. അപ്പൊ ഇതിനകത്ത് ആദ്യം പുറത്തായപ്പോൾ ഏറ്റവും മോശക്കാരനാണ് ഞാൻ. അപ്പൊ ഏറ്റവും മോശക്കാരനായ ആളായതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യാത്തത് കൊണ്ടോ, എന്തെങ്കിലും അധികപ്പറ്റായിട്ട്, അതായത് അനാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അല്ല ഞാൻ ഔട്ടായത്. അപ്പോൾ ഏറ്റവും മോശമാവേണ്ട ആള് ഞാനല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഇനി അതിന്റെ സംഘാടകർ അത് അങ്ങനെ രഞ്ജിത്താണ് ഏറ്റവും മോശമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കുകയില്ല. ഈ ഗെയിം സ്ട്രാറ്റജീസ് വല്ലതും പ്ലാൻ ചെയ്ത് പോയിരുന്നു? ഗെയിം സ്ട്രാറ്റജി ഞാൻ ലവ് ട്രാക്ക് പിടിച്ചാൽ ഞാൻ ഗിസലിനെ പിടിക്കുള്ളൂ. ഞാൻ ലോക്കൽ ഏരിയയിലൊന്നും പിടിക്കുന്നത്, ഞാൻ ഇന്റർനാഷണൽ ലെവലില്ല. ദുബായ്, അമേരിക്ക, മുംബൈ ഒക്കെ ഉള്ള ഗിസയിലുമായിട്ട് ഞാനൊരു ലവ് ട്രാക്ക് അല്ല, ഞാനൊരു കോമഡി കോംബോ വർക്കൗട്ട് ചെയ്തു. കാരണം മലയാളം അറിയില്ല, മലയാളത്തിൽ നല്ല വാക്കുകളൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് വന്നിട്ട്, ജിസൈൽ ഞാനൊന്ന് ആശ്ലേഷിക്കട്ടെ. അവർക്ക് അറിയില്ല ആശ്ലേഷിക്കുക എന്നുള്ള വാക്ക്. മലയാളികൾക്കായിട്ടുള്ള പുതിയ കുട്ടികൾക്ക് പോലും ചിലപ്പോൾ അങ്ങനെ ഒരു വാക്ക് അറിയില്ല. അല്ലെങ്കിൽ ഹഗ് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഇവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ കുറച്ചുപേര് ഇരിക്കുമ്പോഴാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആശ്ലേഷിക്കുക. അപ്പൊ പിന്നെ കാണുമ്പോഴില്ല, ഗിസേൽ ഞാനൊന്ന് ആശ്ലേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പുറകിട്ട് ഓടിക്കുകയായിരുന്നു. അപ്പം ഏറ്റവും അവസാനം ഞാൻ പോയപ്പോഴും ഗിസേൽ എന്നെ വന്നിട്ടൊന്ന് ഹഗ് ചെയ്തു. അപ്പൊ ഞാൻ ഇതാണ് ആശ്ലേഷം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോമഡി കോംബോ ഞാൻ വർക്കൗട്ട് ചെയ്തു. ഞാൻ പല പ്രാവശ്യം ഓടിച്ചാനത് ഞാൻ ആശ്ലേഷിക്കാൻ വരുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ. പിന്നെ അതുപോലെ ഇപ്പൊ റീലില് ഗുണ്ടി ഞാൻ ഗുണ്ടിയാണ്. നിങ്ങൾ പലരും വിചാരിക്കും എനിക്ക് മലയാളം നന്നായി അറിയില്ല. എനിക്ക് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ഞാനൊരു ഗുണ്ടിയാണ് എന്ന് പറയുന്നില്ല. അപ്പൊ ഒരു ദിവസം അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പാനി അവൻ ഒരു ഗുണ്ടയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തത്, അവൻ ഗുണ്ടയാണ്, നീ ഗുണ്ടിയാവണോ? അങ്ങനല്ലേ നമ്മൾ അങ്ങനല്ലേ അത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളങ്ങനെ പിടിച്ചിരിക്കണം, നീ ഗുണ്ടിയാണ്, ഞാൻ ഗുണ്ടിയാണ്. അങ്ങനെയാണ് അതിന്റെ തുടർച്ചയായിട്ടുള്ള സംസാരമാണത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തത് അവിടെ ഇല്ല.
പിന്നീട് അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഗുണ്ടി എന്നൊരു വാക്കില്ല, റൗഡി. റൗഡി കറക്റ്റ് ചെയ്തു.